അനുദിനം ഉയരുന്ന വേനൽ ചൂട് പലവിധ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായ വിയർപ്പും ചൂടുകുരുക്കളും തിണർപ്പും സൺബേണും മാത്രമല്ല, പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും വേനൽ ചൂട് മൂലം അനുഭവപ്പെടാറുണ്ട്. കടുത്ത ചൂട് മാനസികമായി നമ്മെ ബാധിക്കുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാം. ഉയർന്ന ചൂട് തലച്ചോറിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പോലുള്ള ആഴത്തിലുള്ള മേഖലകളിലേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കും. ശ്രദ്ധ, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഹ്രസ്വകാല ഓർമ്മ എന്നിവയുടെ എല്ലാം കേന്ദ്രമാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഇവിടേക്കുള്ള രക്തയോട്ടത്തിലെ കുറവ് ചിന്താശേഷിയെ മന്ദഗതിയിലാക്കും. ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. ഓർമ്മയെയും ഇത് ബാധിക്കാം. ചൂട് കൂടുമ്പോൾ നമ്മളും ചൂടന്മാരായി മാറാൻ സാധ്യത അധികമാണ്. ചൂട് നൽകുന്ന സമ്മർദ്ദം ശരീരത്തിന്റെ ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ ഉദ്ദീപിപ്പിക്കുന്നത് കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും മൂഡ് നിയന്ത്രിക്കുന്ന സെറോട്ടോണിൻ ഹോർമോണിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ, അകാരണമായ ദേഷ്യം, സന്തോഷമില്ലായ്മ ഇതൊക്കെയാകും ഇതിന്റെ ഫലം. വൈകാരികമായ നിയന്ത്രണത്തിന് നല്ല ഉറക്കം ആവശ്യമാണ്. എന്നാൽ ചൂടും വിയർപ്പുമുള്ള രാത്രികൾ ഉറക്കത്തെ ബാധിക്കും. ശരീരത്തിന്റെ തണുക്കാനുള്ള ശേഷിയെ ബാധിക്കുന്ന അമിത താപനില മെലട്ടോണിൻ ഉൽപാദനത്തെ അമർത്തിവെക്കുന്നതും ആഴത്തിലുള്ള ഉറക്കത്തെ ബാധിക്കാം. ഉറക്കമില്ലായ്മ പിന്നീട് പലവിധ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. വിഷാദം, ബൈപോളാർ ഡിസോർഡർ, ചിത്തഭ്രമം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ചൂടുകാലം വെല്ലുവിളി ഉയർത്തും. ഇവയ്ക്കുള്ള മരുന്നുകളുടെ ആഗിരണത്തെയും ചൂട് ബാധിക്കും. ഇത് ഉത്കണ്ഠയും മറ്റു മാനസിക പ്രയാസങ്ങളും അധികരിപ്പിക്കും. ഇതിനൊപ്പം ഉറക്കക്കുറവും കൂടി വരുന്നതോടെ സംഗതി കൂടുതൽ വഷളാകും. മിതമായ തോതിൽ പോലും ശരീരത്തിനുണ്ടാകുന്ന നിർജ്ജലീകരണം ധാരണാശേഷി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരീരത്തിലെ ദ്രാവകങ്ങളും ഇലക്ട്രോലൈറ്റും ഒക്കെ കുറയുന്നത് തലച്ചോറിലേക്കുള്ള നാഡീവ്യൂഹ വിനിമയത്തെ ബാധിക്കും. ഇത് ബ്രെയിൻ ഫോഗ്, ആശയക്കുഴപ്പം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കേണ്ടത് ഇതിനാൽ തന്നെ അത്യാവശ്യമാണ്. ചൂട് എത്ര കൂടുന്നുവോ അത്ര കണ്ട് മനുഷ്യന്റെ അക്രമവാസനയും വർദ്ധിക്കും. റോഡിലെയും വീട്ടിലെയും ഓഫീസുകളിലെയും എല്ലാം തർക്കത്തിനും അടിപിടിക്കുമെല്ലാം നാം അറിയാതെ തന്നെ ഉയരുന്ന താപനിലയും കാരണമാകാം. സെറോട്ടോണിന്റെ അളവ് കുറയുന്നതും അമിഗ്ഡാല ഉത്തേജിപ്പിക്കപ്പെടുന്നതുമാണ് ഇതിന്റെ കാരണമായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ചൂട് കൂടുമ്പോൾ കഴിവതും പുറത്തേക്കിറങ്ങാതെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടാനാണ് പലരും ശ്രമിക്കുക. ഇത് സമൂഹത്തിൽ ഇടപെടാനുള്ള അവസരം കുറച്ച് ഒറ്റപ്പെടലിലേക്കും ഏകാന്തതയിലേക്കും വിരസതയിലേക്കും നയിക്കാം. മാനസികമായി ദുർബലരായവർക്ക് വിഷാദരോഗത്തിലേക്ക് വീണുപോകാനുള്ള ട്രിഗറായും ഈ സാഹചര്യങ്ങൾ മാറാം. ഇനി പറയുന്ന കാര്യങ്ങൾ ഉയർന്ന ചൂട് മൂലമുള്ള പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കും. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാം. അമിത ചൂടുള്ള സമയങ്ങളിൽ കഴിവതും അകത്തിരിക്കാൻ ശ്രമിക്കാം. ഫാനുകൾ, AC, കൂളറുകൾ, നനഞ്ഞ ടവലുകൾ എന്നിവ ശരീരത്തെ തണുപ്പിക്കാൻ ഉപയോഗിക്കാം. മാനസിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ ഒഴിവാക്കാതെ ഇരിക്കണം. രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണം. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഫോൺ വഴിയും മറ്റും സാമൂഹികമായ ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. ഹെൽത്ത് മാക്സ് മലയാളം.